ഒരേയൊരാൾ വിചാരിച്ചാലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്ന് തെളിയിക്കുകയാണ് കണ്ണൂർ ട്രാഫിക് സ്റ്റേഷനിലെ SI സുരേഷ് കുമാർ. മേലെച്ചൊവ്വയിലെ ഗതാഗതക്കുരുക്കഴിക്കാൻ സുരേഷ് കുമാർ ചെറിയൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ പരിഹാരമാവുന്നത് കാലങ്ങളായുള്ള ഒരു പ്രശ്നത്തിനാണ്. ചെറിയ കാൽവെപ്പിൽ നിന്നാണ് വലിയ ദൂരങ്ങൾ തുടങ്ങുന്നത്. കണ്ണൂർ മേലെച്ചൊവ്വയിലെ ഗതാഗതക്കുരുക്കഴിയുന്നത് അങ്ങനെയൊരു മുന്നിട്ടിറങ്ങലിന്റെ ഫലമായാണ്. കണ്ണൂരിൽ ഗതാഗതക്കുരുക്ക് ഏറ്റവും രൂക്ഷമായ ജംഗ്ഷനാണ് മേലെച്ചൊവ്വ. ദേശീയപാതയിലേക്ക് മട്ടന്നൂർ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ വന്നു കയറുന്നത് ഇവിടെയാണ്. ഇവിടെ കുരുക്കഴിക്കാൻ പോലീസിന് പഠിച്ച പണി 18ഉം പയറ്റേണ്ടി വരാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് കണ്ണൂർ ട്രാഫിക് പോലീസ് ഇതിനൊരു പരിഹാരം ആലോചിച്ചത്. അടിപ്പാത നിർമ്മാണത്തിനായി പൊളിച്ചിട്ട കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ കൂടിക്കിടക്കുന്നതിനാൽ റോഡിന്റെ വശങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഈ സ്ഥലം ഉപയോഗപ്പെടുത്തിയാൽ കുരുക്ക് പൂർണ്ണമായും അഴിക്കാമെന്ന് ബോധ്യപ്പെട്ട ട്രാഫിക് SI സുരേഷ് കുമാർ അതിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു. ആദ്യം ഞാൻ ചെയ്തത് ഇലക്ട്രിക് പോസ്റ്റ് മാറ്റാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഏതായാലും ഇതൊക്കെ വീതിയാക്കാം, മാക്സിമം നമുക്ക് കഴിയുന്നൊരു വീതിയാക്കാം. അങ്ങനെയാണ് ഈ ഇലക്ട്രിക് പോസ്റ്റാണ് ഫസ്റ്റ് മാറ്റം. അപ്പോൾ KSEB ഒക്കെ ബന്ധപ്പെട്ടു, അവർ വന്ന് നമുക്ക് പോസ്റ്റ് പൊരിച്ചു തന്നു. അതിനുശേഷം പിന്നെ ടെലിഫോൺ പോസ്റ്റ് പൊരിച്ചു, പിന്നെ ജിയോൻ്റെ പോസ്റ്റ് ഉണ്ടായിരുന്നു, അത് പൊരിച്ചു. പിന്നെ ഒരു അംഗൻവാടിൻ്റെ ഒരു വേറെ ബോർഡൊക്കെ ഉണ്ടായിരുന്നു, അത് പൊരിച്ചു. പിന്നെ ബിൽഡിംഗ് പൊളിക്കാൻ നോക്കിയ സമയത്താണ് പറഞ്ഞത് അത് കേസിലൊക്കെ പെട്ട ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നാഷണൽ റോഡ് അതോറിറ്റിയെ ബന്ധപ്പെട്ട് അത് പറഞ്ഞു അത് കേസൊന്നുമില്ല, അത് നമ്മൾ പൊളിക്കാൻ വേണ്ടി വെച്ച ബിൽഡിംഗ് ആണ്. അങ്ങനെ വിശ്വസമുദ്രയെ സമീപിക്കുന്നത് അവരത് പൊളിച്ചു. അതിനുശേഷം വിശ്വസമുദ്രയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. പിന്നെ നമ്മുടെ മേലുദ്യോഗസ്ഥന്മാരുടെ അടുത്തും നമ്മളെ ബഹുമാനപ്പെട്ട പോലീസ് കമ്മീഷണർ എപ്പോഴും ഈ ബ്ലോക്കിനെ പറ്റി എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതെങ്ങനെ ക്ലിയർ ആക്കണം എന്നുള്ളൊരു ഇത് നമ്മുടെ അടുത്തുണ്ടായിരുന്നു, ട്രാഫിക് പോലീസിൻ്റെ അടുത്ത്. മട്ടന്നൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾക്ക് ഫ്രീ ലെഫ്റ്റ് വഴി ഇനി സുഗമമായി പോകാൻ സാധിക്കും. ഡിവൈഡറും സൈൻ ബോർഡും ഉടൻ തന്നെ സ്ഥാപിക്കും. ദേശീയപാത നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനിയും KSEBയും വാട്ടർ അതോറിറ്റിയും നാട്ടുകാരും പൂർണ്ണമായി സഹകരിച്ചതോടെ ₹1 പോലും സാമ്പത്തിക ബാധ്യത ഇല്ലാതെയാണ് ഈ കുരുക്കഴിക്കുന്നത്. മേലെച്ചൊവ്വയിലെ അടിപ്പാത നിർമ്മാണം ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. അപ്പോഴും യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ബന്ധപ്പെട്ടവർ മെല്ലെ പോകുമ്പോഴാണ് ഒരു ഉദ്യോഗസ്ഥൻ മുന്നിട്ടിറങ്ങി കാലങ്ങളായുള്ള പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതെന്നതും ശ്രദ്ധേയമാണ്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം.